രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാക് പ്രചരണങ്ങളുടെ വക്താവായി കോൺഗ്രസ് മാറിയെന്ന് മോദി ലോക്സഭയിൽ. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ചപ്പോഴും കോൺഗ്രസ് ഇന്ത്യയുടെ ധീരജവാന്മാരെ പിന്തുണച്ചില്ല. രാഷ്ട്രീയ നേട്ടത്തിനായുള്ള കോൺഗ്രസിന്റെ സ്വസ്ഥത ജവാന്മാരുടെ മനോവീര്യം കെടുത്തി. ഒരു ലോക നേതാവും വെടിനിർത്താൻ ആവശ്യപ്പെട്ടില്ലെന്നും മോദി ലോക്സഭയിൽ. മോദിയെ വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂരിൽ രാഷ്ട്രീയ നേതൃത്വം സൈന്യത്തിന്റെ കൈകൾ കെട്ടി. പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ രക്ഷിക്കാൻ മാത്രമായിരുന്നു ലക്ഷ്യമെന്നും രാഹുൽ. ട്രംപിന്റെ വാദങ്ങൾ കള്ളമാണെന്ന് പറയാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നും രാഹുലിന്റെ ചോദ്യം. കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു പ്രിയങ്ക ഗാന്ധി. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിന് മൗനം. വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നതിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്നും പ്രിയങ്ക. सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, सीआरपीएफ और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെയും വധിച്ചെന്ന് സ്ഥിരീകരിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വധിച്ചത് ഓപ്പറേഷൻ മഹാദേവിലൂടെ. ആക്രമണം ആസൂത്രണം ചെയ്തവരെയും കൊലപ്പെടുത്തിയെന്ന് അമിത്ഷാ ലോക്സഭയിൽ. കോൺഗ്രസിന് പരോക്ഷ വിമർശനം. ആക്രമണം നടത്തിയത് വിദേശ ഭീകരരാണെന്ന് തെളിവുണ്ടെന്ന് അമിത്ഷാ. മറുപടി പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ എത്തിയതിന് തെളിവുണ്ടോ എന്ന ചിദംബരത്തിന്റെ ചോദ്യത്തിന്. ഛത്തീസ്ഗഡിൽ റിമാൻഡിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളി. ഇരുവരും സെൻട്രൽ ജയിലിൽ തുടരണം. സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി കന്യാസ്ത്രീകൾ. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. എല്ലാ പിന്തുണയും നൽകുമെന്ന കന്യാസ്ത്രീകളെ ജയിലിൽ സന്ദർശിച്ച കേരള എംപിമാർ. വിഷയം നാളെ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് എംപിമാർ. ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ SIT സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ തെളിവെടുപ്പ് അവസാനിച്ചു. പരിശോധന നടത്തിയ ആദ്യ പോയിന്റിൽ ഒന്നും കണ്ടെത്താനായില്ല. നാളെയും ഇതേ സ്ഥലത്ത് പരിശോധന തുടരും. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം. തൃശൂരിൽ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ റാലി. കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം മതസ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളിയെന്ന ആർച്ച് ബിഷപ്പ്. പുനലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ശങ്കറിന് ഇരട്ട ജീവപര്യന്തം. ശിക്ഷ വിധിച്ചത് കൊല്ലം സെഷൻസ് കോടതി. പ്രതി വയോധികരായ ഇന്ദിരയെയും ബാബുവിനെയും കൊന്നത് 2023. കൊലപാതകങ്ങൾ നടത്തിയത് മറ്റൊരു കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പ്രോസിക്യൂഷൻ.